എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്തോഷ്. ഈ 3D മാത്സ് ട്യൂട്ടോറിയൽ കാണുക, ആസ്വദിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. ഹായ്, ഇത് ബിഗിനേഴ്സിൻ്റെ 3D മാത്സ് ക്ലാസ് ആണ്. ആദ്യം ഇത് നമ്മൾ 3D മാത്സ് 2016 എന്ന് പറഞ്ഞ വേർഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഒരു സോഫ്റ്റ്വെയറിനെ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് അത് ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് GUI. കാരണം ഇതിന് ഓരോ മൂവ് ടൂൾ അല്ലെങ്കിൽ റൊട്ടേറ്റ് ടൂൾ ഓരോന്നിനെയും മെൻഷൻ ചെയ്തേക്കുന്ന ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്ന ഓരോ ഗ്രാഫിക്കൽ എലമെൻറ്റ്സ് ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് ഇതിനെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യമുള്ളത് മെനു ബാറാണ്. ഇവിടെ മെനു ബാർ, ഡിസ്ക്രിപ്ഷൻ ബാറുണ്ട്. അത് കഴിഞ്ഞ് മെയിൻ ടൂൾ ബാർ, ഇതെല്ലാം മെയിൻ ടൂൾ ബാറിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് റിബൺ. ഈ റിബൺ വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടോഗിൾ റിബൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ റിബൺ ഇല്ലാതാകും. റിബൺ തൽക്കാലം ഓഫ് ചെയ്തിരുന്നതാണ് നല്ലത്. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മളെ കമാൻഡ് പാനൽ. ഇത്ര ഏറിയ കമാൻഡ് പാനൽ. ഇവിടെ നിന്നാണ് ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡീറ്റെയിൽസിനെ എഡിറ്റ് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ പിവോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതും, പിവോട്ട് എന്താണെന്നൊക്കെ പിന്നെ പറയും. പിന്നെ അനിമേഷൻ്റെ കൺട്രോൾസ്, ഡിസ്പ്ലേ കൺട്രോൾസ്, യൂട്ടിലിറ്റി, ഇതെല്ലാം ഇവിടെ വരുന്നതാണ്. ഇതിനകത്ത് ക്രിയേറ്റ്, മോഡിഫൈ, ഹൈറാർക്കി, മോഷൻ, ഡിസ്പ്ലേ, യൂട്ടിലിറ്റി, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഇത് ബോക്സ് അങ്ങനെയുള്ള സ്പീർ അങ്ങനെയുള്ള അല്ലാതെ ഇവിടെ നമുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ലൈറ്റ്, ക്യാമറ, ഹെൽപ്പേഴ്സ്, സ്പേസ് ആപ്സ്, സിസ്റ്റം ടൂൾസ്, ഇതെല്ലാം ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കമാൻഡ് പാനൽ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഇവിടെ വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ ബട്ടൺസ് ഉണ്ട്. വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ ബട്ടൺസ്. ഈ വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ ബട്ടൺസ് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒബ്ജക്റ്റിനെ സൂം ചെയ്യണമെങ്കിൽ അത് ഇവിടെ ഇത് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ നല്ല ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പോകുന്നതാണ്. ഞാൻ ഈ മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താണ് സൂം ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. അത് വ്യൂ പോർട്ട് റൊട്ടേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ടംബ്ലിംഗ് എന്ന് പറയും. അതിന് പറയുന്ന പേര് ടംബ്ലിംഗ് എന്നാണ്. അത് നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വ്യൂ പോർട്ട് റൊട്ടേഷന് വേണ്ടി ആൾട്ട് പ്രസ് ചെയ്ത് മിഡിൽ മൗസും പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ കറക്കാം. ആൾട്ട് പ്രസ് ചെയ്ത് മിഡിൽ മൗസും പ്രസ് ചെയ്തുകൊണ്ട് വ്യൂ പോർട്ടിനെ റൊട്ടേറ്റ് ചെയ്യാം. പാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മിഡിൽ മൗസ് വെച്ച് മാത്രം അങ്ങനെ പാൻ ചെയ്യുക, നീക്കുക, ഡ്രാഗ് ചെയ്യുക. മിഡിൽ മൗസ് ഡ്രാഗ്. കൺട്രോളും ആൾട്ടും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ആകും. ഇപ്പം മിഡിൽ മൗസിൽ ഇത് ചെയ്യുന്നതിന് പകരം കൺട്രോളും ആൾട്ടും പ്രസ് ചെയ്തുകൊണ്ട് സൂം ചെയ്താലും മതി. ഇനി ആൾട്ട് പ്രസ് ടംബിൾ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകം ഈ 3D ടൂൾ ബാറിൽ, ഈ വ്യൂ പോർട്ടിൽ ചെയ്യുന്നതിൻ്റെ. ഇനിയും ഈ വ്യൂകൾ എന്ന് പറയുന്ന ഈ മൂന്ന് വ്യൂസ്, ഇത് എന്ന് പറയുന്നത് ഐസോമെട്രിക് വ്യൂസാണ്. ഇതിൽ പെർസ്പെക്റ്റിവിറ്റി ഇല്ല. ഈ വ്യൂസ് ഇത് ടംബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓർത്തോഗ്രാഫിക് എന്ന് പറഞ്ഞ ഇതിലൊരു സെക്ഷനിലോട്ട് മാറും. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചു പോകാൻ വേണ്ടി വ്യൂ പോർട്ട് അണ്ടു ഉണ്ട്. നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പിലും എല്ലാം ഉപയോഗിക്കുന്ന അണ്ടുവിന് പകരം അണ്ടു ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വ്യൂ പോർട്ട് അണ്ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ വ്യൂ പോർട്ട് അണ്ടുവിൻ്റെ ഷോർട്ട് കട്ടാണ് ഷിഫ്റ്റ് സെഡ്. ഷിഫ്റ്റ് സെഡ് അടിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഞാൻ ഇത് ചെയ്ത് വെച്ചിരുന്നോ അതെല്ലാം ഷിഫ്റ്റ് 20 പ്രാവശ്യം ബാക്കിലോട്ട് ഷിഫ്റ്റ് സെഡ് പോകാം. ഷിഫ്റ്റ് സെഡ്. ഇനി അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് വൈ ഉണ്ട്, റീഡു. അണ്ടു ചെയ്തിട്ട് റീഡു ചെയ്യാം. എനിക്ക് ഇത് പോയി തിരിച്ചെനിക്ക് റീഡുവും ചെയ്യാം. ഓക്കെ. ഇനിയും അത് കഴിഞ്ഞിട്ട് അപ്പം ഒരിക്കലും ഈ വ്യൂസ് ഇത് മാറരുത്, ടംബിൾ ചെയ്യരുത്. ഈ ഐസോമെട്രിക് വ്യൂസ്, നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂസ് മാത്രമേ ടംബിൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂം എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഇതിങ്ങനെ നീങ്ങിയിരിക്കുകയാണ്, അത് സെലക്ട് ചെയ്തിട്ട് ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് വരും. അതല്ല ഇനിയിപ്പം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ടില്ല, ഇസഡ് അടിച്ച് എല്ലാം ഇത് ആ സീൻ എന്തൊക്കെയുണ്ടോ ആ സീനിൽ അതെല്ലാം ഒരൊറ്റ വ്യൂ പോർട്ടിലായിട്ട് വരും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ 4 പറയുന്ന ടോട്ടലി പറയുന്ന പേരാണ്
വ്യൂ പോർട്ട്സ്. ഇനി അത് കഴിഞ്ഞ് ഒരു വ്യൂ പോർട്ടിനെ മാത്രമായിട്ട് വലുതാക്കണമെങ്കിൽ മാക്സിമൈസ് മിനിമൈസ് വ്യൂ പോർട്ട് മാക്സിമൈസ് മിനിമൈസ് ടോഗിൾ എന്ന് പറയും. അതിൻ്റെ ഷോർട്ട് കട്ട് Alt W. നമ്മൾ ഒരു വ്യൂ പോർട്ട് ഏത് വ്യൂ പോർട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് Alt+W Alt കൊണ്ട് W ഞെക്കിയാൽ മതി, അത് വലുതാവും. ഓക്കെ. ഇനി ഈ ഗ്രിഡ്സ് കാണണ്ടെങ്കിൽ G അടിച്ചാൽ മതി, ഷോർട്ട് കട്ട് G. ഏത് ഇതിൻ്റെ ഇത് മാറും. ഇനി ഇപ്പം ഞാനിതിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പം വേറൊരു വ്യൂവിലും അത് അപ്ഡേറ്റ് ചെയ്യണ്ട എങ്കിൽ ആ വ്യൂ പോർട്ട് സെലക്ട് ചെയ്ത് D. ഇപ്പം മെമ്മറി കൂടുന്ന സമയത്ത് അപ്പം ഡിസേബിൾഡ് എന്ന് വരും. മെമ്മറിയൊക്കെ കൂടുന്ന വലിയ സ്ക്രീനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്തിടാം. അപ്പോൾ ആ ഒരു വ്യൂ പോർട്ട് മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ ഇത് റൊട്ടേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കണ്ടോ, ഇപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ആവുന്നില്ല. ഒന്നേ വ്യൂ പോർട്ടിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഒന്നേ അപ്ഡേറ്റ് ആയി. ഓരോ പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വ്യൂ പോർട്ടിനകത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് അപ്ഡേറ്റ് ആകത്തുള്ളൂ. ഇനി അത് ഒരു പ്രാവശ്യം D അടിച്ചു കഴിഞ്ഞാൽ ആ ഡിസേബിൾഡ് മാറും. ഇനി അത് കഴിഞ്ഞിട്ട് ഉള്ളൊരു മോഡാണ് എക്സ്പേർട്ട് മോഡ്. Ctrl+X അടിച്ചാൽ മതി, എക്സ്പേർട്ട് മോഡ്. അല്ല ഇതും മാറി അതിൻ്റെ കൂടെ ഒരു വ്യൂ പോർട്ട് സെലക്ട് ചെയ്ത് Alt+W അടിച്ചു കഴിഞ്ഞാൽ ആ വ്യൂ പോർട്ട് മാത്രമായിട്ട് നിൽക്കും. എക്സ്പേർട്ട് മോഡ് Ctrl+X അല്ലെങ്കിൽ തേണ്ട ഈ മൂലയ്ക്ക് റൈറ്റ് ഹാൻഡ് കോർണറിൽ ക്യാൻസൽ എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പേർട്ട് മോഡ് മാറും. പിന്നെ Alt+W അടിച്ചു കഴിഞ്ഞാൽ വ്യൂ പോർട്ടുകൾ തിരിച്ച് അതിൻ്റെ ഓട്ടോമാറ്റിക് പൊസിഷനിൽ വരികയും ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് അനിമേഷൻ്റെ കുറേ കീസും ഇതിൻ്റെ പ്ലേബാക്ക് കീസ് ഉണ്ട്. പിന്നെ അനിമേഷൻ കീസും ഓട്ടോ കീ, സെറ്റ് കീ. പിന്നെ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ടൈപ്പിൻ. ഇത് ഒരു ഒബ്ജക്റ്റ് ഏത് പൊസിഷനിൽ വേൾഡ് സ്പേസ്, അത് വേൾഡ് സ്പേസും ലോക്കൽ സ്പേസും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പറയാം. ഈ രണ്ട് ഇതിനെ ബേസ് ചെയ്താണ്, വേൾഡ് സ്പേസും ലോക്കൽ സ്പേസിനെ ബേസ് ചെയ്താണ് ഇവിടുത്തെ ഈ ട്രാൻസ്ഫോർമേഷൻ ടൈപ്പിൻ ഇത് ചെയ്യുന്നത്. ഇത് ട്രാൻസ്ഫോർമേഷൻ ടൈപ്പിൻ ടൂൾസ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ സൈഡിൽ വീറയുടെ ടൂൾസ് ബാർ ഉണ്ട്. പക്ഷേ ഈ വീറയുടെ ടൂൾ ബാർ എനിക്കങ്ങനെ ആവശ്യമുള്ളതുകൊണ്ട് ഇട്ടേക്കുന്നേ ഉള്ളൂ. പക്ഷേ വലിയ ഉപയോഗമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് എത്ര ടൂൾ ബാർ വേണമെങ്കിലും എടുക്കാം. ഏതെങ്കിലും ഒരു സ്പേസിൽ നമ്മൾ ഈ മെയിൻ ടൂൾ ബാറിൻ്റെ എവിടെയെങ്കിലും ഉപയോഗിക്കാത്ത സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരും കമാൻഡ് പാനൽ, മെയിൻ ടൂൾ ബാർ, ആക്സസ് കൺസ്ട്രെയിൻസ്, ലെയേഴ്സ്. അങ്ങനെ ലെയേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ലെയറിൻ്റെ ഒരു ടൂൾ ബാർ വരും. ഇനി ആക്സസ് കൺസ്ട്രെയിൻസ് കണ്ടോ, മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇൻ ആക്സിസിൽ കൺസ്ട്രെയിൻ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി ആക്സസ് കൺസ്ട്രെയിൻ, കണ്ടെയ്നേഴ്സ്. ഓക്കെ. അങ്ങനെ ഓരോ ടൂൾസും ഇവിടുന്ന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ എനിക്കിപ്പോൾ ഈ ഒരു വ്യൂ എനിക്ക് ഫ്രഷ് ആക്കണം. സാധാരണ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 3D Maxൽ മാത്രം ന്യൂ അല്ല എടുക്കുന്നത്, നമ്മൾ റീസെറ്റ് എടുക്കുന്നത്. റീസെറ്റിൻ്റെ ഷോർട്ട് കട്ട് Alt+R. Alt പ്രസ് ചെയ്ത് Fഉം പ്രസ് ചെയ്ത് R പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് റീസെറ്റിൻ്റെ. അത് സേവ് ചെയ്യണോ വേണ്ട എന്ന് ചോദിക്കും. എനിക്ക് തൽക്കാലം സേവ് ചെയ്യേണ്ട, ഡോണ്ട് സേവ്. ഓക്കെ. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ വ്യൂ പോർട്ട്സ്. നമ്മളിവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇതിൻ്റെ ടാബിൽ എഴുതിയിട്ടുണ്ട് ടോപ്പ്, ഫ്രണ്ട്, ലെഫ്റ്റ്. നമുക്ക് ഏത് ടൈപ്പ് വ്യൂ പോർട്ട്സ് വേണമെങ്കിലും ഇതിനകത്ത് കൊണ്ടുവരാം. ഈ ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്താണ് വലുതാക്കി. എന്നിട്ട് ഈ ഫ്രണ്ട് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിനെ F അടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടാണ്, B അടിച്ചു കഴിഞ്ഞാൽ ബോട്ടം. കണ്ട ഇവിടെ മാറുന്ന കാണാം. B അടിച്ചാൽ ബോട്ടം, L അടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ്, പിന്നെ T അടിച്ചാൽ ടോപ്പ്. അങ്ങനെ മാറും. ടോപ്പാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കോൺ എടുത്തു. എന്താ ഇത് ടോപ്പ് വ്യൂ എന്നുള്ള വ്യൂ ആണ്. അതേസമയം എന്താ ലെഫ്റ്റ്, ഫ്രണ്ട്. അപ്പം ടോപ്പ് ഇത് ഞാൻ F അടിച്ച് ഫ്രണ്ടാക്കി. അത് ഏത് ഇഷ്ടമുള്ള രീതിയിലാക്കാം. ഇനി ഇവിടെ L അടിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് വരും. പക്ഷേ L അടിച്ച് ലെഫ്റ്റ് വന്നപ്പോൾ റൈറ്റ് അടിച്ചാൽ R അല്ല, അതിന് V പ്രസ് ചെയ്തുകൊണ്ട് R, വ്യൂ പോർട്ടിൻ്റെ V പ്രസ് ചെയ്തുകൊണ്ട് R അടിക്കണം. പിന്നെ B അടിച്ച ബോട്ടം, V+K, V അടിച്ചിട്ട് K ഞെക്കി കഴിഞ്ഞാൽ ബാക്കും വരും. പിന്നെ ഇതിനെ ഏതെങ്കിലും പെർസ്പെക്റ്റീവ് വ്യൂയിലോട്ട് മാറ്റണമെങ്കിൽ പെർസ്പെക്റ്റീവ് ആക്കാൻ വേണ്ടി P അടിച്ചാൽ മതി. പെർസ്പെക്റ്റീവിന് P ഷോർട്ട് കട്ട്. ഓക്കെ. ഇനിയും ഞാൻ ഇത് തിരിച്ച് വീണ്ടും റീസെറ്റ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ
കൺട്രോൾ ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ അൺഡു. ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഇങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത് ബാക്കിലോട്ട് പോകുന്നത് കൺട്രോൾ ഇസഡ് അടിച്ചാൽ മതി, അത് അൺഡു. ഇനിയും തിരിച്ച് റീഡു ചെയ്യണമെങ്കിൽ കൺട്രോൾ വൈ. അപ്പം വ്യൂ പോർട്ടിൻ്റെ കാര്യത്തിലായിരുന്നെങ്കിൽ ഷിഫ്റ്റ് ഇസഡും ഷിഫ്റ്റ് വൈ ആയിരുന്നു, ഇവിടെ കൺട്രോൾ ഇസഡും കൺട്രോൾ വൈയും. ഇനിയും അത് കഴിഞ്ഞിട്ട് പിന്നത് സെലക്ഷൻ ടൂളുണ്ട്. സെലക്ഷൻ ടൂൾ ഇപ്പോൾ തൽക്കാലത്തിന് ഇത് അൺഡു, ഇത് റീഡു. അത് നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കൺട്രോൾ ഇസഡും കൺട്രോൾ വൈ ഉപയോഗിക്കുന്നു. ഇത് തൽക്കാലം ലിങ്ക് ഞാൻ പിന്നെ പറയാം. ഇവിടെ നമുക്ക് സെലക്ഷൻ ടൂൾസ് ഉണ്ട്. ഈ സെലക്ഷൻ ടൂൾ, ഇതാണ് സെലക്ഷൻ ടൂൾ. ഇതിൻ്റെ ഷോർട്ട് കട്ട് ക്യൂ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ സെലക്ഷൻ ടൂൾ വന്നു. ഓക്കെ, ഇവിടെ ഞാൻ സെലക്ഷൻ ഒരു ഏത് ഒബ്ജക്റ്റ് വേണമെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് കൺട്രോൾ ഞെക്കിക്കൊണ്ട് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് സെലക്ട് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി ടൈപ്സ് ഓഫ് സെലക്ഷൻ ഉണ്ട്. റെക്റ്റാങ്കുലർ, സർക്കുലർ, പെൻസ്, ലാസോ, പെയിൻ സെലക്ഷൻ. ഈ റെക്റ്റാങ്കുലർ സെലക്ഷൻ ആയതാണ് റെക്റ്റാങ്കുലറായിട്ട് സെലക്ട് ചെയ്യാം. ഇനി സർക്കുലർ, ഇപ്പോൾ ഇതിനെ ഒരു എഡിറ്റബിൾ പോളിയാക്കി മാറ്റിയിട്ട് വെർട്ടെക്സ് ആണ്, അത് പിന്നെ ഇത് ചെയ്യാം, അത് ഇങ്ങനെ വട്ടത്തിൽ സെലക്ട് ചെയ്യാം. ഇനിയും ലാസോ ആണെങ്കിൽ എനിക്ക് ഫെൻസ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഡ്രോ ചെയ്ത് സെലക്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസോ ഇത്രയും ഭാഗം. ഓക്കെ, അത് കഴിഞ്ഞ് പെയിൻ സെലക്ഷൻ, ഇതിനെ എവിടെയൊക്കെ കൊണ്ട് മുട്ടിക്കുന്നോ അതെല്ലാം സെലക്ട് ആവും. ഇനി ഒരു സെലക്ഷനെ ഒഴിവാക്കണമെങ്കിൽ കൺട്രോൾ ഞെക്കിയിട്ട് അതേ മുട്ടിച്ചാൽ മതി, അതേ സെലക്ട് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി, അത് ഡീസെലക്റ്റ് ആവും ഒഴിവാക്കാൻ വേണ്ടി. ഇനി കൺട്രോൾ ഞെക്കിക്കൊണ്ട് പിന്നെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അപ്പം ഒരു പ്രാവശ്യം ഞാൻ ക്യൂ അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ക്യൂ അടിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ ടൂൾ വന്നു. ഇനി ഒരു പ്രാവശ്യം ക്യൂ അടിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് വെച്ചാൽ ഈ റെക്റ്റാങ്കുലർ സെലക്ഷൻ എന്നുള്ളത് മാറി സർക്കുലർ ആവും. അങ്ങനെ ഓരോ പ്രാവശ്യം ക്യൂ അടിക്കുമ്പോഴും സർക്കുലർ, ഫെൻസ്, ലാസോ, പെയിൻറ്റ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ ക്രോസിങ് ആൻഡ് വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്രോസിങ് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒത്തിരി കോംപ്ലക്സ് ആയിട്ടൊരു സീനിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് കൺജസ്റ്റ് ആയിരിക്കും സീൻ. ഒരു ഒബ്ജക്റ്റിനകത്തൊക്കെ ഒരു ഒബ്ജക്റ്റ് കയറിയിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ ഇത് ക്രോസിങ് ഇങ്ങനെ സെലക്ട് ചെയ്താൽ എനിക്ക് രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ആവും. ഏതിനെ കൊണ്ട് മുട്ടിച്ചാലും സെലക്ട് ആവും. പക്ഷേ ഞാനിത് വിൻഡോയിലാക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ ഏത് ഒബ്ജക്റ്റിൽ കൂടെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നോ അത് മാത്രമേ സെലക്ട് ആകത്തുള്ളൂ. ഏത് ഒബ്ജക്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നോ അത് മാത്രമേ സെലക്ട് ആകത്തുള്ളൂ. അപ്പം അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനിയും അത് കഴിഞ്ഞിട്ട് ഉള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് മൂവ് ടൂൾ. അപ്പം മൂവ് ടൂൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സാധാരണ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ബോക്സ് ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും പൊസിഷൻ ഇതിൻ്റെ പിവോട്ടിനെ ബേസ് ചെയ്താണ്. ഇതാണ് പിവോട്ട് എന്ന് പറയുന്നത്. ഈ പിവോട്ടിൻ്റെ പൊസിഷൻ ബേസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3.226 -5 അങ്ങനെ. അപ്പം ഇതെൻ്റെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് 0 സെൻട്രൽ വേൾഡ് ആക്സിസ്. ഈ ഒരു 3D സീൻ കംപ്ലീറ്റ് ആയിട്ടാണ് വേൾഡ് ആക്സിസ് എന്ന് പറയുന്നത്. ഒരു 3D സീൻ കംപ്ലീറ്റ് ആയിട്ട് അത് ഇപ്പോൾ സെൻട്രൽ ആ 3D സീനിൻ്റെ സെൻട്രൽ പോയിൻ്റ് വരണമെങ്കിൽ അതിനെ 0 ആക്കാം. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വാല്യൂയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ സ്പിഞ്ചറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് 0 വരും. ഇനി ഞാനിത് സെലക്ട് ചെയ്തു, ഇതിൻ്റെ അകത്ത് എക്സ് അടിച്ചു, ഞാൻ ഇതിനെ നീക്കണമെങ്കിൽ ഇപ്പം 100 വാല്യൂ ആണെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയയിൽ വരാൻ വേണ്ടി 100 ഞാൻ എക്സിൽ 100. ഇതൊരു നമ്മളൊരു ഇത് മാത്സിലെ ഗ്രാഫ് പേപ്പർ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. എക്സിൽ ഇങ്ങോട്ട്, പിന്നെയും എക്സിൽ 200 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് വൈയിൽ 100 അടിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് പോയി. അതേസമയം വൈയിൽ -100 അടിക്കുന്നെങ്കിൽ ഈ താഴെ വന്നു. ഈ ഇതിനെ ഞാൻ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇത് വേൾഡ് സ്പേസിലാണ്. അതിന് ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം ആണെന്ന് പറയുന്നത് അബ്സല്യൂട്ട് മോഡാണ്. അബ്സല്യൂട്ട് മോഡ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ 0 ആക്സിസിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വേൾഡിലെ 0 ആക്സിസിനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. അതേസമയം നമുക്ക് ലോക്കൽ സ്പേസ് ഉണ്ട്. ആ ലോക്കൽ സ്പേസിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒബ്ജക്റ്റിനെയാണ് ലോക്കൽ സ്പേസ്. ഓരോ ഒബ്ജക്റ്റാണ് എൻ്റെ ലോക്കൽ സ്പേസ് എന്ന് പറയുന്നത്. അതാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അബ്സല്യൂട്ട് മോഡിൽ നിന്ന് ഞാനിത്
ഓഫ്സെറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് മോഡെന്ന് പറഞ്ഞാൽ ഇത് മായയിലാണ് റിലേറ്റീവ് മോഡ് മെയിനായിട്ട് പറയുന്നത്. ഇതിനകത്ത് ഓഫ്സെറ്റ് മോഡെന്ന് പറയും. ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടോ ഇവിടെ ഇത് വേൾഡ് സ്പേസിലായിരുന്നു ഇത് 200 പക്ഷേ ഓഫ്സെറ്റ് മോഡിൽ വന്നപ്പോൾ ഇതെല്ലാം 000 ആക്സസ് ആയി. ഇനി ഇവിടുന്ന് എക്സിൽ ഞാൻ 100 അടിച്ചു കഴിഞ്ഞാൽ ഈ പൊസിഷൻ ഇപ്പം നിലവിൽ നിൽക്കുന്ന പൊസിഷനിൽ 100 ആയിരിക്കും പോകുന്നത്. അപ്പം പിന്നെയും ഞാൻ 100 അടിച്ചു കഴിഞ്ഞാൽ 100 അടിച്ചു, പിന്നെയും 100 പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. അത് കഴിഞ്ഞ് ഞാനിപ്പം ഇവിടെ തന്നെ -100 അടിക്കുന്നതെങ്കിൽ ബാക്കിലോട്ട് 100 പോകുന്നത് കണ്ടോ. പിന്നെയും -100 അടിച്ചു കഴിഞ്ഞാൽ ബാക്കിലോട്ട് 100 പോകും. അതേസമയം ഇത് അബ്സല്യൂട്ട് മോഡിലായിരുന്നെങ്കിൽ ഇത് -100 അടിച്ചു കഴിഞ്ഞാൽ ഗ്രിഡിൻ്റെ അപ്പുറത്ത് പോകും കണ്ടോ. ഇനി ഇസഡ് ആക്സിസ് എന്ന് പറയുന്നതാണ് മുകളിലോട്ടുള്ള നമ്മുടെ എലിവേഷൻ്റെ ഹൈറ്റാണ് ഇസഡ് ആക്സിസ്. അപ്പോൾ ഇത് എക്സ് ആൻഡ് വൈ ഇസഡ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം XYZ RGB എന്ന് ഓർത്താൽ മതി. ഗ്രീൻ എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് റെഡ് ആയിരിക്കും, വൈ ആക്സിസ് ഗ്രീൻ ആയിരിക്കും, ഇസഡ് ആക്സിസ് ബ്ലൂ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടൂൾ കഴിഞ്ഞ് നമ്മൾ റൊട്ടേഷൻ. അപ്പം ഞാൻ ഈ ഒരു ബോക്സ് തന്നെ എടുത്തു, വേറൊരു ബോക്സ് എടുത്തു, സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് നീക്കി വെച്ചു, 0 ആക്സിസിലാക്കുക. ആക്സിസിലാക്കുക. ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏത് ആക്സിസ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ ഇത് തിരിച്ച് എനിക്കിപ്പം ഒരു ജസ്റ്റ് കൃത്യമായ ഒരു 15 ഡിഗ്രീസ് അല്ലെങ്കിൽ 45 ഡിഗ്രി തിരിയണമെങ്കിൽ ഞാൻ ഈ റൊട്ടേഷൻ സ്നാപ്പ് അല്ലെങ്കിൽ ആംഗിൾ സ്നാപ്പ് ഓൺ ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആംഗിൾ 90 ഡിഗ്രി എന്ന് കൊടുത്തു, അല്ലെങ്കിൽ 45 ഡിഗ്രി കൊടുത്തു. 45 ഡിഗ്രി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് 45 വെച്ചിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് എത്ര വെച്ച് വേണമെങ്കിലും മാറ്റാം. ഇപ്പം 10 ഡിഗ്രീസ് വെച്ച് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ 10 ഡിഗ്രീസ് വെച്ച് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണേ, ഷിഫ്റ്റ് ഞെക്കുക. എന്താ കോപ്പി എടുക്കുന്നത് പിന്നെ പറയും, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇത് ഇനി ഇത് റൊട്ടേഷൻ്റേത്. ഇനി അത് കഴിഞ്ഞിട്ട് റൊട്ടേഷൻ സ്നാപ്പ് ഓഫ് ചെയ്യുക. ഇവിടെയും റൊട്ടേറ്റിന് പകരം ഇവിടെയും ഉണ്ട്, ഈ റൊട്ടേഷനിലും ഉണ്ട് റിലേറ്റീവും ഓഫ്സെറ്റും. ഇതിനകത്ത് ഓഫ്സെറ്റ് ഓൺ ചെയ്തു. ഇനി ഇപ്പം ഞാൻ 45 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും 45 അടിക്കുന്ന റൊട്ടേറ്റ് ആയിരിക്കും വരുന്നത്. ഉണ്ടോ, ഓരോ പ്രാവശ്യവും അല്ല, ആ 45 ഡിഗ്രി അല്ല നിൽക്കുന്നത്. അങ്ങനെ ശ്രദ്ധിക്കുക. ഈ സ്കെയിൽ ടൂൾ എന്താണെന്ന് വെച്ചാൽ അത് തൽക്കാലം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം നമുക്കിവിടെ മോഡിഫൈ വേരിലുള്ള ഇതിൻ്റെ വാല്യൂസിനെ അത് ബാധിക്കുന്ന ഒരിതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സ്കെയിൽ ടൂളിലോട്ട് കിടക്കാം. ഇനിയും തൽക്കാലം ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ഈ പാനൽ ഈ ക്രിയേഷൻ്റെ അകത്ത് ജോമെട്രിക്കകത്ത് ബോക്സ് ഇത് നിങ്ങൾ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ നോക്കണം. ഒരു ബോക്സ് എടുക്കുക, ആ ബോക്സ് വരയ്ക്കുക, എന്നിട്ട് ആ ബോക്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് മോഡിഫൈ പോയിട്ട് അതിൻ്റെ ഇത് മെഷർമെൻറ്റ്സ് ആട്രിബ്യൂട്ട്സ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇത് സ്പിയർ ക്രിയേറ്റ് ചെയ്യുക, സിലിണ്ടർ, അങ്ങനെ ഓരോന്നും ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് ഇതിനെ ഓരോന്നിനെയും ഓരോ പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് ഇതിനെ 0 ആക്സിസിൽ കൊണ്ടുവരാനും അങ്ങനെയുള്ള ചേഞ്ച് ചെയ്യാനുള്ള ഇത് നോക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ പിന്നെയും കാണാം.